ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എ പി ഇനി നമ്മളൊരു റിയൽ വേൾഡ് എ പി ബിൽഡിംഗ് എന്ന ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു വീഡിയോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് അല്ലെങ്കിൽ റിക്വയർഡ്സ് ടൂൾസ് ആൻഡ് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡാറ്റാബേസിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഇത്രയും ടൂൾസ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കോഡിംഗ് ആയിരിക്കില്ല, ബേസിക്കലി ഒരു ഇൻസ്റ്റലേഷൻ്റെ പ്രോസസ്സ് കാണിച്ചു തരികയും അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് ഡൗൺലോഡ് ചെയ്യാം, ഓരോ ടൂൾസും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒരു ഡാറ്റാബേസ് വേണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന SQL സെർവർ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ SQL സെർവറും അതുകൂടാതെ SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ, അതായത് SQL സെർവർ മാനേജ് ചെയ്യുന്ന UI ടൂളും നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ആക്ച്വലി ഈ ടൂൾസ് ഒക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ബട്ട് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു അത് ആദ്യം കാണിച്ചു തന്നിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വിൻഡോ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ SQL സെർവർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ ലിങ്കിലേക്ക് ഇത് പോകുന്നതാണ്. ഈ SQL സെർവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് SQL സെർവർ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫ്രീ വേർഷൻ ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒഫീഷ്യൽ അല്ലാത്ത വേർഷൻസ് ഒക്കെ പെയ്ഡ് ആണ്, ഇതൊക്കെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എക്സ്പ്രസ് എഡീഷൻ ആണ്. ഈ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ വിൻഡോ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ബട്ട് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇതിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി വരുന്ന ഓപ്ഷൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 5 minutes ആ ഒരു ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് സെർവർ ഇൻസ്റ്റാൾ ആയി എന്നാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് സെർവർ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത്, ഞാൻ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാണ് ബിക്കോസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ ആണ്. ഈ SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഈ ഡാറ്റാബേസ് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു UI ആണ്. ഓക്കെ, ഡാറ്റാബേസ് നമുക്ക് ആക്ച്വലി കമാൻഡ് പ്രോംപ്റ്റ് വഴി ആക്സസ് ചെയ്യാനും ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും കൊറി ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതൊരു UI ബേസ്ഡ് ആയിട്ടൊരു യൂസർ ഇൻ്റർഫേസോടുകൂടി നമുക്ക് ഈ ഒരു കാര്യം ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇവിടെ റിപ്പയർ ഓർ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു കാര്യം കാണിക്കുന്നത്. ബട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇൻസ്റ്റലേഷൻ്റെ വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഡിഫോൾട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൂള് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് പ്രോപ്പർലി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ച്വലി ഈ ഒരു വിൻഡോ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഇനീഷ്യലി ഈ ഒരു വിൻഡോ എങ്ങനെയാണ് ഓപ്പൺ ആയി വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഈ SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഒരു ലോഗിൻ സ്ക്രീൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഈ ഒരു കാര്യം ലോഡ് ആവാനായിട്ട് കുറച്ച് സമയമുണ്ട്. അപ്പോൾ SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ നമുക്ക് ആക്ച്വലി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതും ആക്ച്വലി മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യലായ ടൂൾ തന്നെയാണ്. ഈ ഒരു ടൂള് നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും ഫസ്റ്റ് കാണുന്നത്. ഇവിടെ കണക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതായത് നമ്മുടെ കണക്ട് വിൻഡോ. അപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ഈ വിൻഡോസ് ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുക, അതായത് വിൻഡോസിൻ്റെ ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത SQL സെർവറിലേക്ക് ഇത് കണക്ട് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ ഡാറ്റാബേസ് ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ കണക്ടിവിറ്റി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്നാണ്.
ഇത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ടൂൾസ് നമുക്ക് ഇൻസ്റ്റലേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ ഈ ഒരു സീരീസിൽ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്ന ഒരു ഓർഡർ ആപ്ലിക്കേഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഓർഡറിങ് മെക്കാനിസം യൂസ് ചെയ്തിട്ടുള്ള APIs ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇൻക്രിമെൻ്റലായിട്ട് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ഒരു ഫൈനലി ഒരു ഫുൾ ഫ്ലെഡ്ജ് API-യിലേക്ക് ഇത് എത്തുന്നതായിരിക്കും. അത് ഓരോരോ വീഡിയോസിലായിരിക്കും നമ്മൾ പുതിയ ഫീച്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് സിസ്റ്റത്തിൽ. അപ്പം വിഷ്വൽ സ്റ്റുഡിയോയിൽ ഒരു പുതിയ ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് .NET Core വെബ് API ടെംപ്ലേറ്റിൽ പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഇനി പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്താലും ഈ ആപ്ലിക്കേഷനും ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും നമുക്കൊരു പുതിയൊരു ലൈബ്രറി ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഇൻസ്റ്റലേഷൻ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ തന്നെ എക്സാക്ട് സെയിം സ്റ്റെപ്പാണ്. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ ലോഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ASP.NET Core വെബ് API ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ് API ടെംപ്ലേറ്റിൽ നമ്മൾ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിൽ നിന്ന് നമ്മൾ പുതിയ ടെംപ്ലേറ്റിൽ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആവണം. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് ഒന്നും ബൈ ഡിഫോൾട്ട് ഉള്ളത് നിങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നില്ല. ഡിഫോൾട്ട് ഓപ്ഷൻസിൽ ആയിരിക്കും നമ്മൾ ബാക്കി കോഡിങ് ചെയ്തിട്ടായിരിക്കും ബാക്കി ഫീച്ചേഴ്സ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ ഈ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ആയി വന്ന് ഈ ഒരു പ്രൊജക്റ്റ് അതിനകത്ത് ഓപ്പൺ ആയി വരുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാങ്കർ പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വന്നു. ഇതിനകത്തുള്ള ഒരു ഡെമ്മി API നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള വെതർ ഫോർകാസ്റ്റിൻ്റെ ഡെമ്മി API നിങ്ങൾക്ക് ലോഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സാമ്പിൾ പ്രൊജക്ട് ക്രിയേഷൻ സക്സസ് ആയി എന്നാണ്. ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഇതിൽ ഇപ്പോഴും ഒരു ഡാറ്റാബേസിൻ്റെ ലെയർ അല്ലെങ്കിൽ ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലും ഡാറ്റാബേസും നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ ഒരിക്കലും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റാബേസിന് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇപ്പം ഈ ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ .NET-ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒഫീഷ്യൽ പാക്കേജ് മാനേജർ എന്ന് പറയുന്നത് ന്യൂഗെറ്റ് പാക്കേജ് മാനേജറാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി .NET-ൽ അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറീസ് അതായത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് എന്ന ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ടും ഇൻസ്റ്റലേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിന് റിക്വയർഡ് ആയിട്ടുള്ള നമുക്കൊരു 3-4 പാക്കേജസ് ഈ ഒരു ഡാറ്റാബേസ് SQL സെർവർ കണക്ട് ചെയ്യാനും എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കാര്യങ്ങൾക്കും വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും. വിഷ്വൽ സ്റ്റുഡിയോയിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാക്കേജസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പാക്കേജസ് ഇതിൽ കാണുന്ന ഇത്രയും പാക്കേജസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും തീരുന്നത്. അപ്പോൾ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഈ ഒരു ടൂൾസ് എന്ന് പറയുന്ന ഒരു ടാബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ന്യൂഗേറ്റ് പാക്കേജ് മാനേജർ എന്ന് പറയുന്ന ഒരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് മാനേജ് ന്യൂഗേറ്റ് പാക്കേജസ് ഫോർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള പാക്കേജസ് ഇവിടെ കാണിക്കും. നമുക്ക് ആക്ച്വലി ബ്രൗസ് ആണ് എടുക്കേണ്ടത്, കാരണം നമ്മൾ പുതിയ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പാക്കേജസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ട എക്സാക്ട് സെയിം പാക്കേജാണ്. ഈ ഒരു സെയിം പാക്കേജ് തന്നെയാണ് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഒരു ഒഫീഷ്യൽ ഈ സൈറ്റിൽ നിന്ന് തന്നെയാണ് ആക്ച്വലി അത് സെർച്ച് നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാക്കേജ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ എന്ന് പറയുന്ന പാക്കേജാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജ് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാക്കേജ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സെർച്ച് റിസൾട്ടിൽ നമുക്ക് ഈ ഒരു പാക്കേജ് ഇവിടെ സെലക്ട് ചെയ്യാനും അത് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രൊജക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിലേക്ക് അത് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചില കൺഫർമേഷൻസ് ചോദിക്കും. അത് നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൈബ്രറി നമ്മുടെ പ്രൊജക്റ്റിന് ഇൻസ്റ്റാളായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ ഒരു പാക്കേജ് ഫസ്റ്റ് പാക്കേജ് ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗ്രീൻ ടിക്ക് ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ലൈബ്രറി ഇൻസ്റ്റലേഷൻ ആയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ ഈ ഒരു ലൈബ്രറി മാത്രമേ അറ്റ് പ്രസൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ലൈബ്രറീസ് കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 469 മില്യൺ ആണ് ഇതിൻ്റെയൊക്കെ ഡൗൺലോഡ്സ് വന്നിട്ട്. കാരണം ഓൺലൈൻ ഡെയിലി ബേസിസ് അത്രയും പ്രൊജക്ട്സ് ആണ് .NET ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് എക്സാക്ട് സെയിം പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഏതൊരു ന്യൂഗേറ്റ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും ഇതുപോലെ ഈ പാക്കേജ് നെയിം വെച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് ലൈവായിട്ട് ആ ഒരു ന്യൂഗേറ്റ് സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ബാക്കി 2 ലൈബ്രറീസ് കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ലൈബ്രറിയാണ്. ഈ ഒരു ലൈബ്രറി കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റലേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എറേഴ്സ് അടിക്കുകയാണെങ്കിൽ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് എറേഴ്സ് ആയിട്ട് കാണാവുന്നതാണ്. കാരണം ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന .NETൻ്റെ വേർഷനായിട്ട് ഇതിലേതെങ്കിലും ടൂൾസിന് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വേർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാക്കേജ് എന്നൊക്കെ പറയുന്നത് ഡെപ്രിക്കേറ്റഡ് ആണ്. അതായത് ഇതിപ്പോൾ അറ്റ് പ്രസൻറ്റ് പുതിയ വേർഷനിൽ അത് വർക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ കാണിക്കുന്നതാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു കമാൻഡ് നിങ്ങൾ കോപ്പി ചെയ്യാം. .NET CLI ഉണ്ടെങ്കിൽ പ്രൊജക്റ്റിൻ്റെ റൂട്ട് ഫോൾഡറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് അടിച്ചിട്ടും ഈ ലൈബ്രറീസ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫാസ്റ്റർ ആക്കാനായിട്ടാണ്. നമ്മൾ കോമൺലി ഡെവലപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ലൈബ്രറീസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേസിൽ നമ്മളൊരു ഡാറ്റാബേസ് കണക്ടിവിറ്റി അല്ലെങ്കിൽ ഡാറ്റാബേസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഇത്രയും
നുഗറ്റ് പാക്കേജസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കാരണം SQL സെർവറായിട്ട് കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ക്യാരി ഔട്ടൊക്കെ ചെയ്യാനായിട്ട് വേണ്ടുള്ള ലൈബ്രറീസ് ആണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഡാറ്റാബേസ് ഇൻസ്റ്റലേഷനും SQL സെർവർ മാനേജ്മെന്റ് സ്റ്റുഡിയോയും അതുപോലെ തന്നെ ഇത്രയും ലൈബ്രറീസ് നിങ്ങൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് നമുക്ക് ഫർദർ കോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഇൻസ്റ്റാൾ ആയി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ആക്ച്വലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാബേസ് എങ്ങനെ കണക്ട് ചെയ്യാം, ബാക്കി കോഡിങ് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോയിൽ നോക്കാം.